115 സങ്കീർത്തനം. കർത്താവ് മാത്രമാണ് ദൈവം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതെന്തിനെ? നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്ക് വായുണ്ടെന്നാൽ മിണ്ടുന്നില്ല, കണ്ണുണ്ടെന്നാൽ കാണുന്നില്ല, അവയ്ക്ക് കാതുണ്ടെന്നാൽ കേൾക്കുന്നില്ല, മൂക്കുണ്ടെന്നാൽ മണത്തറിയുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെന്നാൽ സ്പർശിക്കുന്നില്ല, കാലുണ്ടെന്നാൽ നടക്കുന്നില്ല, അവയുടെ കണ്ടത്തിൽ നിന്ന് സ്വരമുയരുന്നില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേലെ, കർത്താവിൽ ആശ്രയിക്കുവീൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിയും. അഹ്റോന്റെ ഭവനമേ, കർത്താവിൽ ശരണം വയ്ക്കുവീൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവീൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശം കർത്താവിന് മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യമക്കൾക്ക് നൽകിയിരിക്കുന്നു. മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും. കർത്താവിനെ സ്തുതിക്കുവീൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാറയ്ക്കുമോ.